കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, അതിലേറെ ഉപദ്രവമുണ്ട്. നാവിനെ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ ഒരു മാസം പറയുന്ന ഈ ഒരു മാസം അനുവർത്തിക്കാനല്ല ഈ പറയുന്നത്, ഈ ഒരു മാസം കഴിഞ്ഞാലും അത് തുടരാനാണ്. അങ്ങനെയുള്ള ഒരുപാട് പുണ്യപ്പെട്ട കാര്യങ്ങളാണ് ഒരു മതം പറയുന്നത്. അപ്പൊ എല്ലാ മതങ്ങൾക്കും റംസാനുണ്ട്, നോമ്പ്, എല്ലാ മതങ്ങൾക്കും വ്രതാനുഷ്ഠാനമുണ്ട്, ഇല്ലേ? അവരൊക്കെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സൂക്ഷിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് അടുത്ത ആളെ ഒന്ന് തോണ്ടിയിട്ട് അറിഞ്ഞില്ലേ മറ്റേ കാര്യം, ഈ സ്വഭാവം മാറ്റുക. ഇത് വേണ്ട, ഇത് ജീവിതത്തിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് വെറുതെയെങ്കിലും ഒരു സമയം കൊല്ലാൻ വേണ്ടി ഒരു വിഷയത്തെ കണ്ടെത്തുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടികളെ, നിങ്ങൾ ചെറിയ പ്രായമാണ്, നിങ്ങൾ ഞങ്ങളെപ്പോലെയൊന്നും ഇത്തരം വലിയ വിഷയങ്ങളിൽ ഇടപെടുന്നവരല്ല. നിങ്ങൾക്ക് പഠിക്കുക, സ്കൂളിന്റെ ആവശ്യം, കോളേജിന്റെ ആവശ്യങ്ങൾ വീട്ടുകാരോട് പറയുക, അതിന് പൈസ തന്നില്ലെങ്കിൽ വീട്ടുകാരോട് പിണങ്ങുക, ഇന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറയുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രായം എന്ന് പറയുന്നത്, അല്ലെ? ഇതും പാടില്ല കേട്ടോ. വീട്ടുകാർ പ്രയാസം പറഞ്ഞാൽ നാളെ ആവാം, മറ്റന്നാളാവാം എന്ന് പറഞ്ഞ് അതിനെ എത്തിക്കാനുള്ള